വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും മരണത്തിൽ IC ബാലകൃഷ്ണൻ MLA ഓഫീസിലേക്ക് CPI മാർച്ച് നടത്തുകയാണ്. നേരത്തെ അത് രാഷ്ട്രീയമായി തന്നെ CPM ഏറ്റെടുത്തിരുന്നു. റഫീഖ് അതുമായി ബന്ധപ്പെട്ട പ്രതികരണമൊക്കെ നടത്തിയതാണ്. ഇപ്പോൾ IC ബാലകൃഷ്ണൻ MLA ഓഫീസിലേക്കാണ് മാർച്ച്. സുർജിത്ത് അയ്യപ്പത്ത് വരുന്നു. സുർജിത്ത്, CPM അത് പൊളിറ്റിക്കലി ഏറ്റെടുത്തതാണ്. അതിന്റെ തുടർ സമരപരിപാടികളിലേക്ക് കൂടി കടക്കുകയാണോ CPM? ഹാഷ്മി, ഇവിടെ പ്രതിഷേധം തുടരുകയാണ്. IC ബാലകൃഷ്ണൻ MLA രാജി ആവശ്യപ്പെട്ടുകൊണ്ടാണ് CPIM-ന്റെ മാർച്ച് ഇന്ന് നടക്കുന്നത്. MLA ബത്തേരിയിലുള്ള ഓഫീസിലേക്കാണ് ഇത്തരത്തിൽ ഒരു മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. CPIM-ന്റെ നേതാക്കളെല്ലാം തന്നെ ഈ മാർച്ചിന്റെ ഭാഗമാണ്. പ്രധാനമായും IC ബാലകൃഷ്ണന്റെ രാജി തന്നെയാണ് എല്ലാവരും ആവശ്യപ്പെടുന്നത്. ഇതിനായി ചില രേഖകൾ പുറത്തു വന്നിരുന്നു NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്. ആ രേഖകളുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിഷേധത്തിലേക്ക് CPIM എത്തിയിരിക്കുന്നത്. ജില്ലാ സെക്രട്ടറി K റഫീഖ്, അതോടൊപ്പം തന്നെ ജില്ലാ നേതാക്കളായ സുരേഷ് താളൂർ, ഒപ്പം നഗരസഭാ ചെയർമാൻ രമേശൻ, അതോടൊപ്പം തന്നെ നേതാക്കളല്ല സുരേഷ് ബാബു അടക്കമുള്ള CPIM-ന്റെ ജില്ലാ നേതാക്കളെല്ലാം തന്നെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവിടെ ഉണ്ട്. അവർ പ്രധാനമായി ആവശ്യപ്പെടുന്നത് IC ബാലകൃഷ്ണൻ MLA രാജി തന്നെയാണ്. ഈ രാജിക്ക് ആധാരമായ കാരണം, ഈ രാജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പ്രധാനമായും സംസാരിക്കുന്നത്, ഈ പ്രതിഷേധത്തിന്റെ ആധാരം എന്ന് പറയുന്നത് ഈ MLA രാജിവെക്കണമെന്നുള്ളതാണ്. കാരണം ഈ മരണത്തിന്റെ ഉത്തരവാദിത്വം MLAക്ക് തന്നെയാണ് എന്നുള്ളതാണ് പറയുന്നത്. അത്തരത്തിലാണ് ആക്ഷേപം. നിങ്ങൾ ഈ സമരം ഏത് വിധത്തിലാണ് മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത്? ശക്തമായി തന്നെ സമരം മുന്നോട്ട് കൊണ്ടുപോകും. രണ്ട് ജീവനുകൾ നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. വലിയ അഴിമതിയുടെ കാര്യങ്ങൾ IC ബാലകൃഷ്ണനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേരത്തെ തന്നെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ അതിന് തെളിവുകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അടിയന്തരമായി അദ്ദേഹം രാജിവെച്ച് ഒഴിവാൻ തയ്യാറാകണം. അന്വേഷണത്തെ അദ്ദേഹത്തിന് എന്തിനാണ് ഭയപ്പെടുന്നത്? അദ്ദേഹം രാജിവെച്ച് അന്വേഷണം നേരിടാൻ വേണ്ടി അദ്ദേഹത്തിന് മടിയിൽ കനമില്ലെങ്കിൽ തയ്യാറാവുമല്ലോ. അതിനുള്ള നിലപാടല്ല അദ്ദേഹം സ്വീകരിക്കുന്നത്. ഇപ്പോഴും ന്യായീകരിക്കാനാണ് തയ്യാറാകുന്നത്. ജനങ്ങളിതെല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. വസ്തുക്കൾ പുറത്തു വന്നു കഴിഞ്ഞിട്ടുണ്ട്. രണ്ട് ജീവനുകൾ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അടിയന്തരമായി അദ്ദേഹം രാജിവെക്കാൻ തയ്യാറാകണം. KPCC നേതൃത്വം ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. അവർക്ക് ഇതിൽ മടിയിൽ കനമുള്ളത് കൊണ്ടാണ് അവർ പ്രതികരിക്കാത്തത്. എന്തുകൊണ്ടാണ് KPCC നേതൃത്വം ഇത്രയും വലിയ വിഷയമായിട്ടും പ്രതികരിക്കാൻ വേണ്ടി തയ്യാറാവാത്തത്? നേരത്തെ KPCC നേതൃത്വത്തിന് ഇവർ കത്ത് നൽകിയതാണ്. ആ കത്ത് നൽകിയതിന് ശേഷവും നടപടി ഉണ്ടാവാകത്തിന്റെ കൂടെ ഭാഗമായിട്ടാണ് ഈ രൂപത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് അടിയന്തരമായി KPCC നേതൃത്വവും ഇതിന് മറുപടി പറയാൻ വേണ്ടി തയ്യാറാകണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത്. എന്തായാലും ഇക്കാര്യമാണ് CPM-ന്റെ ജില്ലാ നേതൃത്വം ആവശ്യപ്പെടുന്നത്. കാരണം ഇതിൽ ഉത്തരവാദിത്വം IC ബാലകൃഷ്ണനെ സംബന്ധിച്ചുണ്ട്. മാത്രമല്ല KPCC നേതൃത്വവുമായി ബന്ധപ്പെട്ട് ഒരു തരത്തിലുള്ള പ്രതികരണവും നടത്തിയിട്ടില്ല. ആ പ്രതികരണം നടത്താത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യമാണ് CPIM ഉയർത്തുന്നത്. എന്തായാലും ഈ വിഷയത്തിൽ IC ബാലകൃഷ്ണൻ രാജിവെക്കണം എന്നുള്ള ആവശ്യം തന്നെയാണ് CPM ഉയർത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇതിൽ സമഗ്ര അന്വേഷണം ഈ വിഷയത്തിൽ വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് IC ബാലകൃഷ്ണനും പരാതി നൽകുന്നുണ്ട്. SP-യുടെ ഓഫീസിലെത്തി ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം പരാതി നൽകുമെന്നുള്ളതാണ് അറിയിച്ചത്. എന്തായാലും ഈ വിഷയം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ വിവാദമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. DCC ട്രഷറർ വിജയന്റെയും ഒപ്പം തന്നെ മകൻ ജിജേഷിന്റെയും ഈ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട്. അതേസമയം ഈ കേസന്വേഷണം മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇവിടുത്തെ ബന്ധുക്കളുടെ അടക്കം മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കമാണ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം കുടുംബം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതുവരെ പ്രതികരിക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ട കാര്യമാണ്. CPIM-ന്റെ ഉപരോധം പ്രതിഷേധം തുടരുകയാണ് IC ബാലകൃഷ്ണന്റെ ഓഫീസിന് മുന്നിൽ. IC ബാലകൃഷ്ണൻ MLA സ്ഥാനം രാജിവെക്കണമെന്നാണ് CPM-ന്റെ ആവശ്യം. അത് വയനാട് CPM ജില്ലാ നേതൃത്വം രാഷ്ട്രീയമായി ഏറ്റെടുത്ത ഒരു വിഷയം കൂടിയാണ്. അങ്ങോട്ടേക്ക് IC ബാലകൃഷ്ണൻ ഓഫീസിലേക്കാണ് മാർച്ച്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അതാ ഇപ്പോൾ അവിടെ പ്രതിഷേധം തുടരുകയാണ്. അതിനിടയിൽ മരിച്ച NM വിജയന്റെയും മകന്റെയും ബാക്കി കുടുംബാംഗങ്ങളൊന്നും ഈ വിഷയത്തിൽ പ്രതികരിക്കാത്ത എന്താണ് എന്നൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്.